ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഔട്ട്പുട്ട് ഡിവൈസ് നോക്കാൻ പോകണം അല്ലേ. അപ്പോൾ നമ്മുടെ ഹാർഡ്വെയറിൽ ഇൻപുട്ടായി ഔട്ട്പുട്ടായി അല്ലേ. ഇനി നമുക്ക് പ്രധാനമായിട്ട് മെമ്മറി യൂണിറ്റ് കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് 2 മാർക്കിനുള്ള ഏരിയ ആയി കഴിഞ്ഞു. അതിനുവേണ്ടി നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസ് നോക്കാം. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോഴത്തേക്കും തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ പറഞ്ഞപ്പോൾ പ്രധാനമായിട്ടും ഒരു ഇൻപുട്ട് യൂണിറ്റും അതുപോലെ ഒരു അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റും അല്ലേ, CPU, പിന്നെ നമുക്ക് പുറമെ ഔട്ട്പുട്ട് കാണാനുള്ള ഔട്ട്പുട്ട് യൂണിറ്റ്, ഇതെല്ലാം കൂടെ വെച്ചുള്ള ആർക്കിടെക്ചറിൻ്റെ കാര്യമൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനം നമ്മൾ പണ്ട് വിചാരിച്ചത് എന്താണ്, ഔട്ട്പുട്ട് യൂണിറ്റ് ആണ് ശരിക്കുള്ള കമ്പ്യൂട്ടർ എന്ന് ഞാനൊക്കെ പണ്ട് വിചാരിച്ചത്. കാരണം നമ്മുടെ നരസിംഹമാണോ ഏതാ ഒരു രാവണ പ്രഭു സിനിമയിൽ അല്ലേ, കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ എടുത്ത് മോഹൻലാൽ എറിയുന്ന സീനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ എടുത്ത് നമ്മൾ വിചാരിച്ച ഈ സാധനമാണ് കമ്പ്യൂട്ടർ, അത് വെറും മോണിറ്റർ മാത്രമാണെന്നും അതൊരു ഔട്ട്പുട്ട് യൂണിറ്റ് ആണെന്നും ചിന്തിക്കാനുള്ള ബോധം അന്ന് ഉണ്ടായിരുന്നില്ല, നമുക്കത് അറിയത്തുമില്ല. ഓക്കെ, വാട്ട് എവർ, നമ്മളെ സംബന്ധിച്ച് ഔട്ട്പുട്ട് യൂണിറ്റ്, ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ഔട്ട്പുട്ട് യൂണിറ്റിൻ്റെ മുന്നിലാണ്. പക്ഷേ ഈ ഔട്ട്പുട്ട് യൂണിറ്റ് ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആയിട്ട് പ്രവർത്തിക്കും. കാരണം എന്താ, ഞാൻ ഈ വരയ്ക്കുന്ന ഒരു വര എന്ന് പറയുമ്പോൾ എന്താണ്, അതിനെ സംബന്ധിച്ചൊരു ഇൻപുട്ടാണ് അല്ലേ. ഓക്കെ, ഇതൊരു ബോത്ത് ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് എന്ത്, ടച്ച് സ്ക്രീൻ എന്ന് പറയും. ഇത് ടച്ച് സ്ക്രീൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് യൂണിറ്റ് നോക്കാം. ഔട്ട്പുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് ഈസ് എ പാർട്ട് ഓഫ് computer hardware that receives data from a computer and then translates it to human readable form. ഇത്രയേ ഉള്ളൂ. എന്താണ് കമ്പ്യൂട്ടർ നമ്മൾ ശരിക്കും എന്താ സാധനം, കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ CPU ആണല്ലേ, കൺട്രോൾ ആൻഡ് പ്രോസസിങ് യൂണിറ്റ് ആണ് എന്ത്, നമ്മുടെ ശരിക്കുള്ള കമ്പ്യൂട്ടർ. അപ്പോൾ ആ കമ്പ്യൂട്ടറിൽ നിന്നും ഡാറ്റ റിസീവ് ചെയ്യുകയും പ്രോസസ്സർ ഡാറ്റ റിസീവ് ചെയ്യുകയും അതിനുശേഷം അതിനെ എങ്ങനെ ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, കാണിക്കുക അല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് എന്ത്, അല്ലെങ്കിൽ കേൾപ്പിക്കുന്നതൊക്കെ എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. നമ്മുടെ പെർസെപ്ഷനിലേക്ക്, കാഴ്ച നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പെർസെപ്ഷനാണ്, ചെവി നമ്മുടെ ഹിയറിംഗ് നമ്മളെ സംബന്ധിച്ച് പെർസെപ്ഷൻ അല്ലെ, നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് മാറ്റുന്ന ഉപകരണങ്ങളെ എന്ത് വിളിക്കുക, ഔട്ട്പുട്ട് യൂണിറ്റുകൾ എന്ന് വിളിക്കുക അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസ് ഏതൊക്കെയാണെന്ന് നോക്കാം മക്കളെ. നമുക്ക് ഏതൊക്കെയാണ്, ഫസ്റ്റ് വൺ മോണിറ്റർ. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു മോണിറ്ററിന്റെ മുന്നേ തന്നെയാണ് അല്ലേ, മോണിറ്ററാണ്. അത് ടച്ച് സ്ക്രീൻ ആയതുകൊണ്ടാണ് അതിനകത്ത് ഇൻപുട്ടും കൂടെ റിസീവ് ചെയ്യുന്നത്. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, മോണിറ്ററിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്, പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്, മോണിറ്റർ ആണ്, മറന്നു പോകരുത്. ഇനി പ്രിന്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ന് ഏത് പൊട്ടനും അറിയാം നമുക്ക് അല്ലേ. അതുപോലെ പ്രൊജക്ടർ, എന്താ പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ പേരും കണ്ടിട്ടുണ്ടാവും, ഉറപ്പായിട്ട് എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. എന്താ പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ സ്ക്രീൻ ഇല്ലാതെ ഇതിന് പകരം തിയേറ്ററിൽ കണ്ടിട്ടില്ലേ, സെയിം സിമ്പിൾ, അത് തന്നെയാണ് പ്രൊജക്ടർ അല്ലേ. നമ്മുടെ മുന്നിലുള്ളൊരു വെള്ള സ്ക്രീൻ മാത്രമാണ്, അതിലേക്ക് ചിത്രങ്ങളെ പ്രൊജക്റ്റ് ചെയ്യുന്ന സാധനം, അതിന് നമുക്ക് എന്താണ്, ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് അല്ലേ. അതുപോലെ അടുത്തത് സൗണ്ട് കാർഡ് എന്ന് പറയുമ്പോൾ എന്താ സൗണ്ട് കാർഡ്, നിങ്ങൾ ഇപ്പോൾ നമുക്ക് സൗണ്ട് കാർഡിൻ്റെ ഒന്നും ആവശ്യം വരാറില്ല. നേരത്തെ നമ്മുടെ ഒരുപാട് കാലം മുന്നേയൊക്കെ നമ്മുടെ കമ്പ്യൂട്ടർ നമുക്ക് ഈ പറയുന്ന CRT മോണിറ്റർ കൊണ്ടുവരുന്ന സമയത്തെല്ലാം എക്സ്റ്റേണൽ സൗണ്ട് കാർഡും വീഡിയോ കാർഡെല്ലാം ഇൻസ്റ്റാൾ ചെയ്യാറുണ്ടായിരുന്നു. വീഡിയോ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രാഫിക്സ് കാർഡ് ഇപ്പോൾ 2 തരത്തിലുണ്ട്, എക്സ്റ്റേണൽ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക് കാർഡുകളുണ്ട്, അതേപോലെ ഇൻബിൽറ്റ് ഗ്രാഫിക് കാർഡുകൾ, അല്ലെങ്കിൽ വരാം. അപ്പോൾ എന്തായാലും സൗണ്ട് കാർഡിൽ നോക്കാം. സൗണ്ട് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പ്രധാനമായിട്ടും നേരത്തെ തന്നെ നമ്മൾ ഈ പറയുന്ന CRT മോണിറ്ററൊക്കെ ഉള്ള സമയത്ത് തന്നെ നമ്മുടെ 4th ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ നമുക്ക് ഓഡിയോ ഇൻപുട്ടും ഔട്ട്പുട്ടൊക്കെ ഉണ്ട്, പക്ഷേ അതിലൊരു മിനിമം പ്രോസസ്സിങ് മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ സാധാരണ നമുക്ക് അതിനകത്തൊരു എക്സ്ട്രാ ഒന്ന് സൗണ്ട് കൂട്ടിയോ അല്ലെങ്കിൽ സൗണ്ട് എൻഹാൻസ് ചെയ്ത് സൗണ്ട് ചേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രത്യേക സൗണ്ട് കാർഡുകൾ ഉണ്ടായിരുന്നു. അതൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലേ. ഓക്കെ, അതുപോലെ പിന്നെ വരുന്നത് എന്താണ്, സ്പീക്കർ നമുക്കറിയാം എന്താണ് സ്പീക്കർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചെവിയിലോട്ട് ശബ്ദം നമ്മൾ കേൾപ്പിക്കുന്ന സാധനമാണ് സ്പീക്കർ, അത് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അതുപോലെ വീഡിയോ കാർഡ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് ആണെങ്കിൽ ഡിസ്പ്ലേ കാർഡ് എന്നൊക്കെ പറയുന്ന VGA കാർഡ് എന്നൊക്കെ പറയും കേട്ടോ, VGA കാർഡ് എന്നൊക്കെ പറയും. ഇതിനെല്ലാം എന്താണ്, വീഡിയോ കാർഡാണ്, ഇതെല്ലാം ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അതുപോലെ പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ വലിയ പ്രിന്റർ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി അല്ലേ, ചെറുതല്ല, ഇതേപോലെ വലിയ ഫ്ലക്സ് ഒക്കെ അടിക്കുന്ന പ്രിന്ററാണ് പ്ലോട്ടർ. അതുപോലെ ഹെഡ്ഫോൺ എന്ന് പറയുമ്പോഴത്തേക്കും ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആയിട്ട് പ്രവർത്തിക്കുന്ന സാധനമാണ് ഹെഡ്ഫോൺ. കാര്യം എന്താ, അതിനകത്ത് എന്തുണ്ടാവും, സ്പീക്കറും ഉണ്ടായിരിക്കും, ഒരു മൈക്രോഫോണും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഔട്ട്പുട്ട് ഡിവൈസസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മോണിറ്ററിനെ പറ്റി നോക്കാം. മോണിറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് യൂസ് ടു ഡിസ്പ്ലേ ഇൻഫർമേഷൻ ബീങ് എൻറ്റേർഡ് ആൻഡ് പ്രോസസ്ഡ് ഓൺ എ കമ്പ്യൂട്ടർ. നമ്മൾ എൻ്റർ ചെയ്ത് പ്രോസസ് ചെയ്ത് എന്തൊരു ഇൻഫർമേഷനെയും ഡിസ്പ്ലേ ചെയ്യുന്ന സാധനത്തെയാണ് എന്ത് വിളിക്കുക, മോണിറ്റർ എന്ന് വിളിക്കുക. പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് വിളിച്ചാൽ ആരാണ്, അത് മോണിറ്റർ ആണ്, പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് കേട്ടോ.
മറന്നു പോരുത്. അതുപോലെ ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ മോണിറ്റർ ഈസ് ടു ഡിസ്പ്ലേ ഇമേജസ്, ടെക്സ്റ്റ്, വീഡിയോ ആൻഡ് ഗ്രാഫിക്സ് ഇൻഫർമേഷൻ ജനറേറ്റഡ് ബൈ ദ കമ്പ്യൂട്ടർ. എന്താ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇമേജ് നമുക്ക് കാണാൻ പറ്റണം, ടെക്സ്റ്റ് കാണാൻ പറ്റണം, വീഡിയോസ് കാണാൻ പറ്റണം, മറ്റെന്ത് ഗ്രാഫിക് കണ്ടന്റ് ആണെന്നുണ്ടെങ്കിലും കമ്പ്യൂട്ടർ ജനറേറ്റ് എന്ത് ഗ്രാഫിക് കണ്ടന്റ് നമുക്ക് കാണാൻ പറ്റണം. ഇതാണ് മോണിറ്ററിന്റെ പ്രൈമറി ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് കൺവേർട്സ് ഇലക്ട്രോണിക് ഡാറ്റ ടു റീഡബിൾ ഫോർമാറ്റ് വിച്ച് ക്യാൻ ബി ഈസിലി അണ്ടർസ്റ്റുഡ് ബൈ യൂസേഴ്സ്. സിമ്പിളായ കാര്യം, ഇവിടെ ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല, എന്താണെന്ന് പറഞ്ഞു തന്നേക്കാണ്. ഇനി ചോദ്യം വരുന്നത് ഇവിടെ നിന്നാണ്, ശ്രദ്ധിക്കുക. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒരു സംശയമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ CRT മോണിറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ TV പോലെ ഇരിക്കുന്ന, TV എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ TV അല്ല ഇതുപോലെ ഇരിക്കുന്നത് അല്ലേ, പണ്ടത്തെ TVയിലൂടെ പെട്ടി പോലെ ഇരിക്കുന്ന മോണിറ്ററാണ് CRT, കാഥോഡ് റേ ട്യൂബ്. പണ്ട് നമ്മൾ TV ഉപയോഗിച്ചിരുന്ന സമയത്ത് നിങ്ങൾ പിക്ചർ ട്യൂബ് അടിച്ചു പോയി എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പിക്ചർ ട്യൂബ് ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് മോണിറ്റേഴ്സ് ആണ്, വിച്ച് യൂസ് എ വാക്വം ട്യൂബ് ആൻഡ് ഇലക്ട്രോൺ ഗൺസ് ടു ഡിസ്പ്ലേ ഇമേജസ് അല്ലേ. അതായത് ഇതിന്റെ ബാക്കിലോട്ട് ഇത്രയും കട്ടിങ് ഇങ്ങനെ ഇരിക്കുന്നത് എന്താണ്, ഒരു വാക്വം ട്യൂബാണ്. അതിന്റെ ബാക്കിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്ക്രീനിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ടാണ് അതിന്റെ ഇമേജസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TVയും ഒക്കെ എന്താണ്, CRT ആണ് അല്ലേ, കാഥോഡ് റേ ട്യൂബ് വെച്ച് പ്രവർത്തിക്കുന്ന സംഭവമാണ്. ഇവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് എന്താണ്, CRTന്റെ ഫുൾ ഫോം ചോദിക്കും, ഇനിയും ചോദിക്കും, കാഥോഡ് റേ ട്യൂബ്. ഓക്കെ, ഓൾഡസ്റ്റ് എന്ന് പറഞ്ഞാലും എന്താണ്, ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് മോണിറ്റേഴ്സും എന്താണ്, CRT ആണ്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അതുപോലെ LCD CRT പോയിട്ട് LCD വന്നു. എവിടെയാണ് നമ്മളൊക്കെ ആദ്യം LCD കാണുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വലിയൊരു പരിണാമം കണ്ടു വളർന്ന ഒരു തലമുറയാണ് ഞാനും നിങ്ങളും അടക്കമുള്ള തലമുറ. ഇനി വരുന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളം അല്ലെ, ഫോണില്ലാത്തൊരു കാലത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല അല്ലേടാ, അല്ലേ? നമ്മുടെ ഇനിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. വൈകുന്നേരം അച്ഛൻ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം എത്ര മണിക്ക് വരുമെന്ന് നമുക്ക് അറിയാത്ത കാലം ഉണ്ടായിരുന്നു. അവസാനത്തെ ലാസ്റ്റ് ബസ്സിന്റെ ഒച്ചപ്പാടിന് കാതോർത്ത് കൊണ്ട് കട്ടിലിൽ കിടന്ന് ഉറങ്ങിയിരുന്ന കാലം ഉണ്ടായിരുന്നു. അന്ന് ആ ബസ് കിട്ടിയില്ലെങ്കിൽ അച്ഛൻ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയിട്ട് പിറ്റൊന്നിഞ്ഞ് പോരും. അതാണ് പണ്ടത്തെ പരിപാടി, പണ്ടത്തെ അവസ്ഥ. അതൊന്നും നമ്മളെ കുട്ടിയൊക്കെ വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ടെക്നോളജിയുടെ ഈ ഒരു പരിണാമം ഉണ്ടല്ലോ, ഈ പരിണാമം ഇങ്ങനെ ഒരു വളരെ ഫാസ്റ്റായിട്ടാണ് കടന്നു പോകുന്നത് അല്ലേ. അതായത് നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫോണിനെ കുറിച്ച്, ഫോൺ നമുക്കറിയാം, ടെലിഫോൺ ഉണ്ടല്ലേ, ടെലിഫോൺ ഉണ്ട്, ലാൻഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം മൊബൈൽ, അതായത് നമുക്ക് ഈ പറഞ്ഞ ഒരു കോഡിന്റെ കണക്ടിവിറ്റിയെ മാറ്റിക്കളയുക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു വലിയൊരു എന്താ പറയുക ചേഞ്ച് തന്നെയായിരുന്നു അല്ലേ. ആ സമയത്താണ് ആദ്യമായിട്ട് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫോൺ വന്നു അല്ലേ, പിന്നെ അത് മൊബൈൽ ഫോണായി, മൊബൈൽ ഫോണിനകത്ത് ഒരു ഡിസ്പ്ലേ വന്നു. ആ ഡിസ്പ്ലേയിൽ നമ്മളിങ്ങനെ ഞെക്കുമ്പോൾ എന്താണ്, ഒരു ഓളം വെട്ടുന്നത് പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടല്ലേ. യെസ്, അതെന്താണ്, ലിക്വിഡ് ക്രിസ്റ്റൽസ് ആണ് അതിനകത്ത് ഡിസ്പ്ലേക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. മാത്രമല്ല പൊട്ടിപ്പോയാൽ എന്താണ്, അതിന് ഓളം വെട്ടുന്നത് പോലെ അത് പൊട്ടി അതിന്റെ കളറങ്ങ് പോകുമായിരുന്നു അല്ലേ. നോക്കാം, LCDs ആർ തിന്നർ ആൻഡ് യൂസ് ലിക്വിഡ് ക്രിസ്റ്റൽസ് പെയർഡ് വിത്ത് ലൈറ്റ് മോഡുലേറ്റിംഗ് പ്രോപ്പർട്ടീസ് അല്ലേ. ലൈറ്റ് മോഡുലേറ്റിംഗ് പ്രോപ്പർട്ടീസ് പെയർ ചെയ്ത ലിക്വിഡ് ക്രിസ്റ്റൽസ് ഉപയോഗിച്ചാണ് LCD പ്രവർത്തിച്ചിരുന്നത്. വളരെ വലിയൊരു മാറ്റമായിരുന്നു അല്ലേ. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ഡിസ്പ്ലേ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ പണ്ട് എന്താ, ഇതുപോലൊരു കാഥോഡ് റേ ട്യൂബ് ഒന്ന് പ്രൊജക്ട് ചെയ്യണം, എന്നാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഫിലിമിൽ റെക്കോർഡ് ചെയ്ത സാധനം എന്ത് ചെയ്യണം, ഫിലിം പ്രൊജക്ടർ ഉപയോഗിച്ചിട്ട് പ്രൊജക്ട് ചെയ്ത് തിയേറ്ററിൽ പോയി കാണണം, അല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു ആ കാലത്ത്. പക്ഷേ LCDയുടെ കണ്ടുപിടുത്തം വളരെ വലുതായിരുന്നു ഒരുപാട് മേഖലകളിൽ അല്ലേ, ഒരുപാട് മേഖലകളിൽ. പിന്നെ LCDയും LED തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ നമുക്കെല്ലാം അറിയാവോ? ഇല്ല. ഇത് LED ആണ്, LCD ആണ്. LED ഇതിന് മുന്നേ നമ്മൾ കേട്ടിട്ടുണ്ട്, എന്താണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. നമ്മൾ LED ബൾബൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട് അല്ലേ. ആ സംഭവം ടെക്നോളജി തന്നെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് തന്നെയാണ്. പക്ഷേ വിഷ്വലി LCDയുടെയും LEDയുടെയും ഡിഫറൻസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ദർ ഈസ് എ ഡിഫറൻസ്. LED വന്നു, പുതിയ ടെക്നോളജി വന്നു, പക്ഷേ ഉപയോഗം രണ്ടും ഏകദേശം ഒരുപോലെ ആയിരുന്നു. നോക്കാം, LED മോട്ടോഴ്സ് ആർ എ ടൈപ്പ് ഓഫ് LCD ദാറ്റ് യൂസസ് LED ബാക്ക്ലൈറ്റിംഗ് ഇൻസ്റ്റെഡ് ഓഫ് ട്രഡീഷണൽ കോൾഡ് കാഥോഡ് ഫ്ലൂറസെന്റ്. അതായത് സാധാരണ ലിക്വിഡ് ക്രിസ്റ്റൽസിൽ നമുക്ക് സാധാരണ എന്താണ്, കാഥോഡ് ഫ്ലൂറസെൻസ് ആണ് അതിനകത്ത് ലൈറ്റിന് വേണ്ടി ഉപയോഗിച്ചത്. പക്ഷേ ഇവിടെ അതിന് പകരം ഒരു LED ബാക്ക് ലൈറ്റിംഗ് ഉപയോഗിച്ചു അല്ലേ, അതിനെ ഇലൂമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഈ പിക്ചേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് ലൈറ്റ് കൊടുക്കാൻ വേണ്ടി, ഇലൂമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ കളേഴ്സ് കൊടുക്കാൻ വേണ്ടി LED ബാക്ക് ലൈറ്റിംഗ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, എനർജി കൺസംപ്ഷൻ കുറഞ്ഞു, ബെറ്റർ കോൺട്രാസ്റ്റ് വന്നു, ആൻഡ് തിന്നർ പ്രൊഫൈൽ വന്നു, കട്ടി കുറഞ്ഞ ഡിസ്പ്ലേസ് വന്നു. വലിയ കട്ടിയിൽ നിന്ന് ചെറിയ കട്ടിയായിട്ട് മാറി, ഡിസ്പ്ലേയുടെ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിട്ട് മാറി. ഇത്രയേ ഉള്ളൂ, ഒന്നും പഠിക്കണ്ട. ഇവിടെ ചോദിക്കുന്ന സാധനം എന്താണ്, LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ചോദിക്കാനുള്ള സാധ്യതയും എന്താണ്, LED-യിലാണ് കിടക്കുന്നത് കേട്ടോ. ഓക്കെ ആണ് പറഞ്ഞത്, ഓക്കെ അല്ലേടാ? ഓക്കെ,
അതുപോലെ അടുത്ത OLED. ഇപ്പോൾ OLED കാലമാണല്ലേ OLED. ഇതെന്താണ്, അത് OLED ആണെന്ന് പറയും, OLED ഡിസ്പ്ലേ എന്നൊക്കെ പറയും അല്ലേ. ഓക്കെ, എന്താ OLED? ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇതാണ് ചോദ്യം, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. 2016-ലും 2018-ലൊക്കെ ചോദിച്ചിട്ടുണ്ട്, പല പരീക്ഷകളിലും റിപ്പീറ്റ് ചോദിച്ചിട്ടുണ്ട്. OLED സ്റ്റാൻഡ്സ് ഫോർ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED. OLED സ്റ്റാൻഡ്സ് ഫോർ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. LCD സ്റ്റാൻഡ്സ് ഫോർ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. മറന്നില്ല, നിങ്ങൾ മൊബൈൽ ഞെക്കി നോക്കണ്ട കേട്ടോ, പൊട്ടിപ്പോവേ. പണ്ടാണ് ഞെക്കി നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ തരംഗമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇപ്പൊ അത്രയും വരത്തില്ല. ഓക്കെ, എന്താണ് LCD ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, അടുത്തത് LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, അതുപോലെ OLED ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അപ്പോൾ OLED മോണിറ്റേഴ്സിന് ഓഫർ സുപ്പീരിയർ കോൺട്രാസ്റ്റ് ആൻഡ് ബ്ലാക്ക് ലെവൽസ് ബിക്കോസ് ഈച്ച് പിക്സൽ എമിറ്റ്സ് ഇറ്റ്സ് ഓൺ ലൈറ്റ് എനേബിളിംഗ് ട്രൂ ബ്ലാക്സ് ആൻഡ് ഇംപ്രസീവ് കളർ റീപ്രൊഡക്ഷൻ. ഓരോ പിക്സലും നമുക്ക് ഈ സ്ക്രീനിൽ കാണപ്പെടുന്ന ഓരോ ഡോട്ടിനെ നമുക്ക് ഓരോ പിക്സൽ എന്ന് വിളിക്കാം അല്ലെ, ഓരോ പിക്സൽ എന്ന് വിളിക്കാം. അപ്പോൾ ഓരോ പിക്സലിനും എന്തുണ്ടായിരുന്നു, അതിന്റെ സ്വന്തം ലൈറ്റ് ഉണ്ടായിരുന്നു. അതാണ് OLED. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇവിടെ പഠിച്ചിരിക്കേണ്ട കാര്യം എന്താ മക്കളെ? LCD സ്റ്റാൻഡ്സ് ഫോർ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, ഒന്ന് ഉറച്ചു പറഞ്ഞേ. CRT സ്റ്റാൻഡ്സ് ഫോർ കാത്തോഡ് റേ ട്യൂബ്, അതുപോലെ LED സ്റ്റാൻഡ്സ് ഫോർ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, അതുപോലെ OLED സ്റ്റാൻഡ്സ് ഫോർ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇനി ഇതിനിടയ്ക്ക് ഒരു സാധനമുണ്ട്, പ്ലാസ്മ മോണിറ്റർ. അതായത് CRT കഴിഞ്ഞ സമയത്ത് അല്ലെ, പ്ലാസ്മ ഡിസ്പ്ലേസ് യൂസ് സ്മോൾ സെൽസ് കണ്ടെയ്നിങ് ഇലക്ട്രിക്കലി ചാർജ്ഡ് അയണൈസ്ഡ് ഗ്യാസസ്, അതിനെ പ്ലാസ്മാസ് എന്ന് വിളിക്കുന്നു, ടു പ്രൊഡ്യൂസ് ഇമേജസ്. അപ്പോൾ ഇത് വരുന്നത് ശരിക്കും ഇവിടെ ആകട്ടോ, ഇവിടെയാണ് വരുന്നത്. CRT കഴിഞ്ഞാൽ പ്ലാസ്മ ഡിസ്പ്ലേകൾ വരുന്നത്. ഓക്കെയാണ് പറഞ്ഞത്. പ്ലാസ്മ ഡിസ്പ്ലേസും ഒരു ടെക്നോളജി ഓഫ് എന്താണ്, മോണിറ്റർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെയാണ് പറഞ്ഞത്. പ്ലാസ്മ അവിടെ നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാൻ ഇതുപോലെ എന്താണ് ആക്രോണിംസ് ഒന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് അത് വിട്ടയക്കുക. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അടുത്ത നമുക്ക് റെസൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. റെസൊല്യൂഷൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഇഷ്ടംമാതിരി കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. റെസൊല്യൂഷൻ പല സ്ഥലത്ത് നമ്മൾ കേൾക്കാറുണ്ട്. നിന്റെ വീട്ടിലെ TV എത്ര റെസൊല്യൂഷൻ ഉണ്ട്? റെസൊല്യൂഷൻ നമുക്കെന്ന് പറയാം, എത്ര K ആണെന്ന് ചോദിക്കും. 2K ആണോ 4K ആണോ? എന്തായി K? റെസൊല്യൂഷനാണ് കേട്ടോ, റെസൊല്യൂഷനാണ്. അപ്പോൾ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ മൊബൈൽ ഫോണുകളും ഒരു എന്താ പറയുക, റെസൊല്യൂഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു ഫോണുകളായിരുന്നു. പിന്നെ HD റെസൊല്യൂഷൻ വന്നു. HD അതായത് 720 പിക്സൽസ് റെസൊല്യൂഷൻ വന്നു. അതിനെ HD എന്നും, അതുപോലെ 1080 പിക്സൽസ് വന്നപ്പോൾ അതിനെ നമ്മൾ ഫുള്ള് HD എന്നും ഫുൾ ഹൈ ഡെഫിനിഷൻ എന്നും വിളിച്ചു. നിങ്ങൾ പതുക്കെ ഒന്ന് ഓർത്ത് നോക്കുക. അത്യാവശ്യം മൊബൈൽ ഗീക്സ് ആയിരുന്ന ആൾക്കാർക്ക് അത് ഓർമ്മയുണ്ടായിരിക്കും. ഇത് HD ഡിസ്പ്ലേ, ഇത് ഫുൾ HD ഡിസ്പ്ലേ. ഇപ്പൊ മിക്കവാറും മൊബൈൽസ് എല്ലാം ഫുൾ HD ഡിസ്പ്ലേ ആണ്. എന്താ ഫുൾ HD ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? 1920 ഗുണം 1080. നോക്ക് എന്താ സംഭവം. നമുക്ക് ഈ സ്ക്രീനിനെ ഡോട്ട്സ് ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇത് വീതിയും ഇത് നീളവും അല്ലെ. ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് ഡോട്ട്സ് എണ്ണി കഴിഞ്ഞാൽ 1920 ഡോട്ട്സും മുകളിലേക്ക് 1080 ഡോട്ട്സും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഫുൾ HD എന്ന് വിളിക്കുന്നു. അപ്പോൾ 720 HDക്ക് വേറെ റെസൊല്യൂഷൻ ആണുള്ളത്. പിന്നെ ഉള്ള എന്താണ്? QHD അല്ലെ, ക്വാഡ് HD എന്ന് പറയും. ഇപ്പോൾ 2K എന്നൊക്കെ വിളിക്കുന്ന റെസൊല്യൂഷൻ ആണ്. ഇതിനിടയ്ക്കൊക്കെ പല റെസൊല്യൂഷനും ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും ഉള്ളത് 4K റെസൊല്യൂഷൻ, 8K റെസൊല്യൂഷൻ ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഈ റെസൊല്യൂഷൻ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട, എന്നാൽ കൂടി ഇത് മനസ്സിലാക്കിയ QHD എന്താണ്? QHD എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ലെങ്തും ഇത് വിഡ്ത്തും അല്ലേ. ഇത്രയും എന്തുണ്ടായിരിക്കും? പിക്സൽസ് നമ്മുടെ ഈ സ്ക്രീനിലുണ്ടെങ്കിൽ ഇതിനെ QHD എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ ഡിസ്പ്ലേ 4K ആണ് കേട്ടോ. കാരണം ഇത്രയും വലിയ ഡിസ്പ്ലേയിൽ ഈ 4K എന്ന് പറയുന്ന ഇത്രയും പിക്സൽസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ പിക്സൽസ് കാണാൻ പറ്റും കേട്ടോ. ശരിക്കും നമുക്ക് ഇതുപോലെ പടത്തിനെ അത്രയും ക്രിസ്പായിട്ട് കാണാൻ പറ്റത്തില്ല. ഓക്കെ, വലിയ ഡിസ്പ്ലേ ആയതുകൊണ്ടാണ് സംഭവം. ഡിസ്പ്ലേ ചെറുതാകുന്നതിനനുസരിച്ച് റെസൊല്യൂഷൻ ചെറുതായാലും നല്ല ക്വാളിറ്റിയുള്ള പിക്ചർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതോടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു എന്താണ്? റെസൊല്യൂഷനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. റെസൊല്യൂഷൻ ഈസ് എ മെഷർ ഓഫ് ദ ഷാർപ്നെസ് ഓഫ് ആൻ ഇമേജ്. ഒരു ഇമേജിന്റെ ഷാർപ്നെസിന്റെ മെഷറാണ് റെസൊല്യൂഷൻ എന്ന് പറയുക അല്ലെ. വേറെ എവിടെയാണ് നമ്മൾ റെസൊല്യൂഷൻ കാണുന്നത്? എവിടെയാണ്? വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് 4Kയിലാണോ HD-യിലാണോ അതുപോലെ അൾട്രാ HD-യിലാണോ അല്ലെങ്കിൽ ഫുൾ HD ആണോ എന്ന് നമ്മൾ നോക്കും. കാര്യം എന്താ? വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ വീഡിയോയുടെ പ്രൊഫൈലിലുള്ള പിക്സൽസ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയിട്ടായിരിക്കും അത് ഷാർപ്പാണോ അല്ലയോ എന്ന് തീരുമാനിക്കുക. അല്ലേ കുഞ്ഞുങ്ങളെ? ആണ്. പണ്ടത്തെ മൊബൈൽ ഫോണിൽ വരുന്ന വീഡിയോസിന്റെ എല്ലാം ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഷാർപ്പ് അല്ലാത്തതിന്റെ കാരണം എന്താ? അതിന് അത്രയും റെസൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ്.
അല്ലേ? അപ്പോൾ വീഡിയോയുടെ റെസൊല്യൂഷനിൽ വീഡിയോയുടെ എന്താണ് ക്വാളിറ്റി പറയുമ്പോൾ നമ്മൾ റെസൊല്യൂഷൻ പറയാറുണ്ട് ഇല്ലേ? അതുപോലെ നമ്മുടെ ക്യാമറയുടെ പിക്സൽസ് അല്ലേ, മെഗാ പിക്സൽസ് ഇത് എത്ര മെഗാ പിക്സൽ ആണെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ക്യാമറയുടെ ക്വാളിറ്റി അറിയാൻ വേണ്ടി നമ്മൾ ചോദിക്കും, നിന്റെ ക്യാമറ എത്ര മെഗാ പിക്സലാണ്? 100 മെഗാ പിക്സൽ, ഇത് 40 മെഗാ പിക്സൽ അല്ലേ? പണ്ട് VGA ക്യാമറയായിരുന്നു പണ്ടുണ്ടായിരുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലെല്ലാം. പിന്നെ അത് എന്തായി, നമുക്ക് ഈ പറഞ്ഞ മെഗാ പിക്സലിലേക്കൊക്കെ വന്നു, അതിൻ്റെ റെസൊല്യൂഷൻസ് കാര്യങ്ങളെല്ലാം. എന്തായി റെസൊല്യൂഷൻ ഈ മെഗാ പിക്സൽ? വളരെ സിമ്പിളാണ്. നമുക്ക് ഈ ക്യാമറ ഏതൊരു വസ്തു ആയിക്കോട്ടെ, ആ വസ്തുവിൽ നിന്നും ഈ വസ്തു ഒരു ഇമേജിനെ ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ there should be a sensor അല്ലേ? പണ്ട് നമ്മുടെ ഫിലിം ക്യാമറയെ സംബന്ധിച്ച് അതിന് സെൻസർ ഇല്ല, പകരം എന്താണ്, അതിനകത്തൊരു ഫിലിമാണ് ഉണ്ടായത്. ആ ഫിലിമിലേക്ക് ചിത്രം പതിയും, അതിനുശേഷം അതിനെ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്തെടുക്കും, അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം സെൻസറുകൾ വന്നപ്പോൾ, ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി വന്നപ്പോൾ ആ ഫിലിമിന്റെ സ്ഥാനം ആര് കൈയടക്കി? സെൻസറുകൾ കൈയടക്കി എന്നുള്ളതാണ്. അപ്പോൾ ഈ സെൻസറിനും എന്തുണ്ട്? റെസൊല്യൂഷൻ ഉണ്ട്. സെൻസറിൽ എന്തുണ്ട്? ഇതേപോലെ കൊച്ചു കൊച്ചു ഡോട്ട്സ് ഉണ്ട്. ആ ഡോട്ട്സിന്റെ എണ്ണം കൂടും തോറും പിക്ചറിന്റെ ക്വാളിറ്റി അതിന് ആനുപാതികമായി വർദ്ധിക്കുന്നു എന്നാണ് വൈപ്പ്. അതിന്റെ കൂടുതൽ സയൻസിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം അതിനകത്തൊരു എപ്പോഴും കോൺട്രവേഴ്സി ഉണ്ട്. പിക്സലിന്റെ എണ്ണവും സൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നിൽക്കട്ടെ, അതിലേക്ക് പോകുന്നില്ല. എന്തായാലും നമുക്കിവിടെ ഈ കോൺസെപ്റ്റ് എടുക്കാം. എന്താണ്? ക്യാമറയുടെ മെഗാ പിക്സൽ എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാമറയ്ക്ക് അകത്തിരിക്കുന്ന സെൻസറിൽ ഉള്ള അതിന്റെ റെസൊല്യൂഷനാണ് ക്യാമറയുടെ മെഗാ പിക്സൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ റെസൊല്യൂഷൻ നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കും? ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കും അല്ലേ? ഒരുപാട് സ്ഥലത്ത് നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കുന്ന ഒരു ചിത്രത്തിന്റെ റെസൊല്യൂഷൻ വേണമെങ്കിൽ പറയാം നമുക്ക്. അതുപോലെ ഈ സ്ക്രീനിന്റെ റെസൊല്യൂഷൻ പറയാം, നമ്മൾ ഷൂട്ട് ചെയ്യുന്നൊരു വീഡിയോ റെസൊല്യൂഷൻ പറയാം അല്ലേ? അതെല്ലാം ഉപയോഗിക്കാം. അപ്പോൾ നോക്കാം, റെസൊല്യൂഷൻ ഈസ് എ മെഷർ ഓഫ് ഷാർപ്നെസ് ഓഫ് ആൻ ഇമേജ് ഓർ ഫൈനസ് അല്ലേ? എന്താണ്? ഒന്നുകിൽ ഒരു വീഡിയോ ഡിസ്പ്ലേ ആയിരിക്കും, ഒരു പ്രിന്റർ ആയിരിക്കും, സ്കാനർ ആയിരിക്കും, എന്തോ ആയിക്കോട്ടെ, അതിന്റെ എല്ലാം എന്താണ് ആ ഫൈനസ് അല്ലെങ്കിൽ ഷാർപ്നെസ് തീരുമാനിക്കുന്ന ആ ഒരു പോയിന്റ് റെസൊല്യൂഷൻ എന്ന് വിളിക്കുക. ക്യാൻ പ്രൊഡ്യൂസ് റെക്കോർഡ് സച്ച് ഇമേജ്, റെക്കോർഡ് ചെയ്യലാവും, പ്രിന്റ് ചെയ്യുന്നതായിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി. ഈ സെൻറ്റൻസ് കുറച്ച് കൺഫ്യൂസിങ് ആണ്. അത് ചുമ്മാ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. വാട്ട് എവർ നോക്ക്, ടോട്ടൽ നമ്പർ ഓഫ് ഡെൻസിറ്റി, പിക്സൽ ഡെൻസിറ്റി ആണ് എന്ത് തീരുമാനിക്കുന്നത്? പിക്സൽ നമ്പർ ഓർ ഡെൻസിറ്റി ഓഫ് പിക്സൽ ആണ് എന്ത് തീരുമാനിക്കുന്നത്? നമ്മുടെ ഈ സാധനത്തിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത് മനസ്സിലാക്കാം. ഓക്കെയാണ് ഡെൻസിറ്റി ഓഫ് പിക്സൽസ്. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണ്ട, പഠിച്ച് വെറുതെ ചുമ്മാ കൺഫ്യൂഷൻ ആക്കണ്ട. റെസൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ ചോദ്യം എന്താണ് ഞാൻ പറഞ്ഞുതരാം. ദ റെസൊല്യൂഷൻ ഓഫ് എ മോണിറ്റർ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് പിക്സൽസ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചത് എന്താണ്? ഒരു മോണിറ്ററിന്റെ റെസൊല്യൂഷൻ തീരുമാനിക്കുക എന്താണ്? നമ്പർ ഓഫ് പിക്സൽസ് വെച്ചിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് എല്ലാത്തിൻ്റെയും. വീഡിയോയുടെയും ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തു, വീഡിയോ ഫുട്ടേജ് ഷൂട്ട് ചെയ്തു, അതിനകത്ത് എത്ര പിക്സൽസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് റെസൊല്യൂഷൻ തീരുമാനിക്കുക അല്ലേ? അതുപോലെ ഒരു നമ്മുടെ ക്യാമറയുടെ സെൻസർ എടുത്താലും അതിൽ എത്ര പിക്സൽസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് റെസൊല്യൂഷൻ തീരുമാനിക്കുക അല്ലേ? ഓക്കെ, അപ്പോൾ പിക്സൽ സ്റ്റാൻഡ്സ് ഫോർ പിക്ചർ എലമെന്റ്. ഇതാണ് ചോദ്യം. ഇതാണ് മനസ്സിലായ മക്കൾ? എന്താണ് പിക്സൽ? കണ്ടോ, പിക്ചറിന്റെ PIX, എലമെന്റിന്റെ EL, ഇതാണ് പിക്സൽ സ്റ്റാൻഡ്സ് ഫോർ പിക്ചർ എലമെന്റ് അല്ലേ? അതുപോലെ ദ സ്മാളസ്റ്റ് കൺട്രോളബിൾ എലമെന്റ് ഓഫ് എ പിക്ചർ ഈസ് കാൾഡ് പിക്സൽ. എന്താണ് പിക്സൽ? ദ സ്മാളസ്റ്റ് കൺട്രോളബിൾ എലമെന്റ്. എന്തുട്ടാണ് അത് സ്മാളസ്റ്റ് കൺട്രോളബിൾ എലമെന്റ്? നോക്കൂ, നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഒരു ഡിജിറ്റൽ പിക്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കോൺട്രാസ്റ്റ് വർദ്ധിപ്പിക്കാൻ കഴിയും, കളർ മാറ്റാൻ കഴിയും, അതുപോലെ നമുക്ക് പലതരത്തിലുള്ള ആൾട്ടറേഷൻസ് വരുത്താൻ കഴിയും. അതുപോലെ അതിനെ നമുക്ക് വേണമെങ്കിൽ വെള്ളയടിക്കാൻ പറ്റും, അതിൻ്റെ മുകളിൽ നമുക്ക് റൈറ്റപ്പ് ചെയ്യാൻ പറ്റും അല്ലേ? ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം എന്തിൻ്റെ മുകളിലാണ് ചെയ്യുന്നത്? ഓൺ ദീസ് പിക്സൽസ് അല്ലേ? നോക്ക്, ഇതിനകത്ത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കുഞ്ഞു ഡോട്ട്സ് കാണാൻ പറ്റും. അതിനേക്കാൾ ചെറുതായ രീതിയിൽ വരയിടാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മളിടുന്ന വര എപ്പോഴും അതിൻ്റെ മുകളിൽ അതിനൊക്കെ വലുതായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അവിടെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ദ സ്മാളസ്റ്റ് കൺട്രോളബിൾ എലമെന്റ് ഓഫ് എ പിക്ചർ ഈസ് നോൺ ആസ് പിക്സൽ. ഇതാണ് ചോദ്യയുടെ കിടപ്പുണ്ട്. എന്താണ്? ദ സ്മാളസ്റ്റ് കൺട്രോളബിൾ എലമെന്റ് ഓഫ് എ പിക്ചർ ഈസ് നോൺ ആസ് പിക്സൽ. പിക്സൽ സ്റ്റാൻഡ്സ് ഫോർ പിക്ചർ എലമെന്റ്. ഇപ്പൊ തന്നെ പഠിച്ചു പോകണം, പിക്ചറിന്റെ പിക്സും എലമെന്റിന്റെ ELഉം. ഓക്കെ അല്ലേ മക്കളെ? പറഞ്ഞതാ ഓക്കെ അല്ലേ? നോക്കാം. ഇനി റെസൊല്യൂഷൻ നേരത്തെ പറഞ്ഞ ദിസ് ഈസ് എ നമ്പർ ഓഫ് പിക്സൽസ് ദാറ്റ് ക്യാൻ ബി ഡിസ്പ്ലേഡ് ഓൺ ദ സ്ക്രീൻ അല്ലേ? സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ കഴിയുന്ന നമ്പർ ഓഫ് പിക്സലിനെയാണ് നമ്മൾ സ്ക്രീനിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുക അല്ലേടാ? ഓക്കെ,
അപ്പോൾ അതുപോലെ കോമൺ റെസൊല്യൂഷൻസ് ഇൻക്ലൂഡ് ഫുൾ HD എത്ര 1920 ഗുണം 1080 ഫുൾ HD. അതുപോലെ ക്വാഡ് HD അല്ലെങ്കിൽ QHD എന്ന് പറയും 2560 ഗുണം 1440. അതുപോലെ 4K അല്ലെങ്കിൽ അൾട്രാ HD UHD എന്ന് പറയും 3840 ഗുണം 2160. ഓക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് പ്രിന്റർ നോക്കാം. മോണിറ്ററിനെ കുറിച്ച് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. ഇതിന് കൂടുതലൊന്നും ചോദ്യം വരത്തില്ല, പേടിക്കേണ്ട. ഈ പ്രിന്റർ നോക്കാം. പ്രിന്റർ എന്ന് പറഞ്ഞാൽ പ്രിന്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് അക്സെപ്റ്റ്സ് ടെക്സ്റ്റ് ആൻഡ് ഗ്രാഫിക്സ് ഔട്ട്പുട്ട് ഫ്രം എ കമ്പ്യൂട്ടർ ആൻഡ് ഇറ്റ് ട്രാൻസ്ഫേഴ്സ് ദിസ് ഫോംസ് ടു പേപ്പർ ഓർ ഷീറ്റ്. പേപ്പറിലേക്കോ കമ്പ്യൂട്ടറിൽ എന്ത് അക്സെപ്റ്റ് ചെയ്യുന്നു? ഗ്രാഫിക്സോ ടെക്സ്റ്റോ എന്ത് സാധനം കൊടുത്താലും പ്രിന്ററിങ് സ്വീകരിക്കും അല്ലേ? സ്വീകരിച്ചിട്ട് എന്തിലോട്ട് മാറ്റും? ഔട്ട്പുട്ട് പേപ്പറിലോട്ടോ ഷീറ്റിലോട്ടൊക്കെ ഔട്ട്പുട്ടാക്കി നമുക്ക് തരുന്ന സാധനത്തിനാണ് പ്രിന്റർ എന്ന് പറയാം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നോക്കാം. Printers can print any information that has been passed to it, whether it be text, numbers or images. പ്രിന്റർ എന്താണ് ഈ സാധനം സ്വീകരിക്കുമ്പോൾ അത് എന്താണോ അതിൻ്റെ ജാതി മതം നോക്കത്തില്ല, എന്തായാലും അത് പ്രിന്റ് ചെയ്ത് കയ്യിൽ തരും എന്നുള്ളതാണ് അല്ലേ? അത് ടെക്സ്റ്റ് ആണോ അല്ലെങ്കിൽ ലെറ്റർ ആണോ ഒന്നും അത് നോക്കത്തില്ല, അത് പ്രിന്റ് ചെയ്ത് തരും. ഓക്കെ, നോക്കാം. ദ ക്വാളിറ്റി ഓർ കളർ ഓഫ് ദി പ്രിന്റഡ് മാറ്റർ ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് പ്രിന്റർ. ആ പ്രിന്റർ ഏത് തരത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്ന കിട്ടുന്ന പ്രിന്റിന്റെ ക്വാളിറ്റിയും കളറും അതുപോലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. പല പ്രിന്ററും പല ക്വാളിറ്റി ആയിരിക്കും തരുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് അറിയാവുന്ന കാര്യമാണത്. ഇനി പ്രിന്റർ പ്രൊഡ്യൂസസ് എ ഹാർഡ് കോപ്പി ഓഫ് ആൻ ഔട്ട്പുട്ട്. ഒരു ഔട്ട്പുട്ടിന്റെ ഹാർഡ് കോപ്പി ഉണ്ടാക്കുന്നു ആര്? പ്രിന്റർ. ഹാർഡ് കോപ്പി ഉണ്ടാക്കുന്നു പ്രിന്റർ. എന്താ ഹാർഡ് കോപ്പി? എന്താ ഹാർഡ്വെയർ തൊടാൻ കഴിയുന്ന സാധനത്തിന് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നു അല്ലേ? നമുക്കറിയാം കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ തൊടാൻ പറ്റത്തില്ല. അതുപോലെ എന്താണ് എല്ലാ ഔട്ട്പുട്ടും നമുക്ക് തൊടാൻ പറ്റുമോ? ഇല്ല. നമുക്കൊരു ചിത്രം നമ്മൾ ഉണ്ടാക്കി കമ്പ്യൂട്ടറിൽ, അത് മോണിറ്ററിൽ കാണപ്പെടും, തൊടാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അത് പ്രിന്റ് ചെയ്ത് പുറത്ത് വരുമ്പോൾ നമുക്ക് പേപ്പറിൽ ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ പ്രിന്റർ പ്രൊഡ്യൂസ് ദ ഹാർഡ് കോപ്പി ഓഫ് ആൻ ഔട്ട്പുട്ട് അല്ലേ? സ്പീഡ് ഓഫ് മോഡേൺ പ്രിന്റർ ഈസ് മെഷേർഡ് ഇൻ പേജസ് പെർ മിനിറ്റ്. PPMന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട് മക്കളെ. എന്താണ് പേജസ് പെർ മിനിറ്റ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം വരുന്നത്. എന്താണ് പേജസ് പെർ മിനിറ്റ്? എന്താണ്? ഒന്ന് ഉറച്ചു പറഞ്ഞേ. പേപ്പർ പെർ മിനിറ്റ് അല്ല, പേജസ് പെർ മിനിറ്റ് ആണ്. എന്താണ്? പേജസ് പെർ മിനിറ്റ്. പേപ്പർ പെർ മിനിറ്റ് എന്ന് എഴുതി കളയരുത്. പേജസ് പെർ മിനിറ്റ് ആണ് എന്താ മോഡേൺ പ്രിന്ററിന്റെ സ്പീഡ് അസസ് ചെയ്യുന്നത്. നോക്കാം. ദ ഔട്ട്പുട്ട് റെസൊല്യൂഷൻ ഓഫ് എ പ്രിന്റർ ഈസ് മെഷേർഡ് ഇൻ DPI ഡോട്ട്സ് പെർ ഇഞ്ച്. കേട്ടോ, ഔട്ട്പുട്ടിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ റെസൊല്യൂഷൻ അളക്കുന്നത് ഡോട്ട്സ് പെർ ഇഞ്ച് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ ഡോട്ട്സിനും നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പിക്സൽ എന്ന് വിളിക്കുന്നു അല്ലെ? ഒരു സ്ക്വയർ ഇഞ്ച് സ്ഥലത്ത് എത്ര ഡോട്ട്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ പറഞ്ഞ റെസൊല്യൂഷൻ എന്തിന്റെ? പ്രിന്ററിന്റെ ഔട്ട്പുട്ടിന്റെ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. DPI. ചോദ്യം ഇവിടെ കിടപ്പം 2 ചോദ്യം. എന്താണ്? സ്പീഡ് ഓഫ് മോഡേൺ പ്രിന്റർ ഈസ് മെഷേർഡ് ഇൻ പേജസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര പേജ് പ്രിന്റ് ചെയ്യാൻ കഴിയും നോക്കിയിട്ടാണ് അതിന്റെ സ്പീഡ് നിർണ്ണയിക്കുന്നത്. അതുപോലെ ഔട്ട്പുട്ട് റെസൊല്യൂഷൻ ഓഫ് പ്രിന്റർ ഈസ് മെഷേർഡ് ഇൻ ഡോട്ട്സ് പെർ ഇഞ്ച്. ഔട്ട്പുട്ട് റെസൊല്യൂഷൻ എങ്ങനെ? DPI എന്ന് പറയുന്ന ഒരു ടേം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ അളക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. പ്രിന്റഡ് കോപ്പി ഓഫ് എ ഡോക്യുമെന്റ് ഈസ് കാൾഡ് ഹാർഡ് കോപ്പി ആൻഡ് നോൺ പ്രിന്റഡ് കോപ്പി ഓഫ് എ ഡോക്യുമെന്റ് ഈസ് കാൾഡ് സോഫ്റ്റ് കോപ്പി. നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ലെറ്റർ അല്ലെങ്കിൽ എന്താണ്, നമുക്ക് അക്ഷയ എന്നൊക്കെ നമുക്ക് സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യത്തില്ല. ഇപ്പം പണ്ടാണെങ്കിൽ സർട്ടിഫിക്കറ്റ് എല്ലാം ഹാർഡ് കോപ്പി മാത്രമല്ല. കാരണം എന്താ? കയ്യൊപ്പിട്ട് തരുന്ന സാധനമാണ് ആര്? നമ്മുടെ വില്ലേജ് ഓഫീസർ കയ്യൊപ്പിട്ട് തരും നമ്മുടെ ജാതി സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ. അതേസമയം അക്ഷയ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹാർഡ് കോപ്പിയും കിട്ടും, ആണെങ്കിൽ സോഫ്റ്റ് കോപ്പിയും കിട്ടും. സോഫ്റ്റ് കോപ്പി ആണെങ്കിൽ അവർ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് തരും അല്ലേ? അവിടെ നമ്മുടെ പെൻ ഡ്രൈവ് കൊടുത്താലും മൊബൈലിലോട്ട് അയച്ചു തരും. ആ മൊബൈലിലേക്ക് എന്താ കോപ്പിയാ? സോഫ്റ്റ് കോപ്പിയാണ് കേട്ടോ. മൊബൈലിലേക്ക് എന്താണ്? സോഫ്റ്റ് കോപ്പി. വാട്സാപ്പിൽ വരുന്ന ഓരോ സാധനം സോഫ്റ്റ് കോപ്പി. അത് നമ്മൾ പേപ്പറിലാക്കിയാൽ എന്താണ്? ഹാർഡ് കോപ്പി. മറന്നു പോകില്ല കേട്ടോ, ക്ലിയർ കട്ടായിട്ട് പഠിച്ചു വെക്കണം. പ്രിന്റഡ് കോപ്പി ഓഫ് എ ഡോക്യുമെന്റ് ഈസ് കാൾഡ് ഹാർഡ് കോപ്പി ആൻഡ് നോൺ പ്രിന്റഡ് കോപ്പി ഓഫ് എ ഡോക്യുമെന്റ് ഈസ് കാൾഡ് സോഫ്റ്റ് കോപ്പി. ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പിയും മറന്നു പോകരുത് കേട്ടോ, മാറിപ്പോകരുത്. ഓക്കെ, എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.